ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ ജോണി തോമസ് മീനടം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. നിന്നാമെന്നും മോഹനം തന്നെ, നിൻ സ്നേഹമെത്രയോ മാധുര്യമാ. നിൻ യാഗവേദിയൻ വിശ്രമസ്ഥാനമാം, നിൻ യാഗവേദിയൻ വിശ്രമസ്ഥാനമാം, നിൻ പാദസേവയൻ ആനന്ദമാ. എന്നാഥനേ നീ മാത്രമേ എന്നാത്മാവിൻ സംഗീതമേ, എന്നാഥനേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം, പ്രഭാതവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം വായിച്ച് കേൾപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ താഴോട്ടുള്ള ചില വാക്യങ്ങൾ. അവിടെ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി, മരണത്തോളും ക്രൂശിലെ മരണത്തോളും തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഇന്ന് രാവിലെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തെ നാം ആരാധിച്ച് കർത്താവിൻ്റെ ക്രൂശ് മരണത്തെ ധ്യാനിക്കുകയും ആ മരണത്തെ പ്രസ്താവിക്കുകയും ചെയ്യുന്ന ഈ സമയം യേശു ക്രിസ്തുവിൻ്റെ മഹത്വം നാം ദർശിക്കേണ്ടുന്നത് ആവശ്യമാണ്. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യത്തിൽ യേശു ക്രിസ്തു ആരാണ് എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായ മറുപടി ലഭിക്കുന്നുണ്ട്. നാം അവിടെ വായിക്കുന്നത് യേശു ക്രിസ്തു ദൈവരൂപത്തിൽ ഇരിക്കുന്നവനാണ്. അതിൻ്റെ അർത്ഥം താൻ ദൈവമാണ്, പൂർണ്ണ ദൈവമാണ്, സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനാണ്. എബ്രായ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് യേശു ക്രിസ്തു ദൈവ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും ആകുന്നു. ഫിലിപ്പോസിനോട് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. കൊലോസ്യ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ സർവ്വ സമ്പൂർണതയും യേശു ക്രിസ്തുവിൽ ദേഹരൂപമായി വസിക്കുന്നു. ഇന്ന് രാവിലെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം നമുക്ക് ദർശിക്കാം. അങ്ങനെയെങ്കിൽ വീണുപോയ മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ ഈ യേശു കർത്താവ്, ദൈവത്തിൻ്റെ പുത്രൻ, സാക്ഷാൽ ദൈവം മനുഷ്യനായിട്ട് ലോകത്തിലേക്ക് വന്നു. അതാണ് ഈ വാക്യങ്ങളിൽ നമുക്ക് ശ്രദ്ധിക്കുവാൻ കഴിയുന്നത്. വചനം ജഡമായി തീർന്നു. 1 തിമോത്തിയോസ് 3-ാം അധ്യായം 15 നമ്മൾ വായിക്കുന്നത് പോലെ അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. ആ പ്രവൃത്തിയെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. യേശുക്രിസ്തു മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ ഈ ലോകത്തിലേക്ക് താണിറങ്ങി വന്ന 7 പടികൾ ഈ വാക്യങ്ങളിൽ നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നുണ്ട്. ആ പടികൾ: ഒന്നാമത്തേത്, അവൻ ദാസരൂപമെടുത്തു. 2, മനുഷ്യ സാദൃശ്യത്തിലായി. 3, തന്നെത്താൻ ഒഴിച്ചു. 4, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. 5, തന്നെത്താൻ താഴ്ത്തി. 6, മരണത്തോളും. 7, ക്രൂശിലെ മരണത്തോളും തന്നെ അനുസരണമുള്ളവനായി തീർന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യവർഗത്തെ സ്നേഹിച്ചപ്പോൾ എത്രമാത്രം താണിറങ്ങി വരുവാൻ കഴിയുമോ അത്രയും താണിറങ്ങി വന്ന് ഏറ്റവും ഒടുവിലായി ഏറ്റവും നീചവും നിന്ദ്യവുമായ ക്രൂശിലെ മരണം, കുറ്റവാളികൾക്ക്, ക്രൂരമായ ആളുകൾക്ക് മാത്രം കൊടുത്തിരുന്ന വധശിക്ഷയായ ആ ക്രൂശിലെ മരണത്തോളം നമ്മുടെ കർത്താവ് താണിറങ്ങി വന്നു എന്നാണ് നാം ഇവിടെ വായിക്കുന്നത്. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൽ നമുക്ക് ഇങ്ങനെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, പുത്രൻ എങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ
അനുസരണം പഠിച്ച് തികഞ്ഞവനായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെ വ്യക്തമായി പറയുന്നു, പുത്രൻ അർത്ഥാൽ അവൻ സാക്ഷാൽ ദൈവമാണ്. ദൈവപുത്രൻ സമം ദൈവം. ആ ദൈവം അല്ലെങ്കിൽ പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടാനുഭവങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തീർന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം? എബ്രായ ലേഖനം 5:9 നമ്മൾ വായിക്കുന്നത്, തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. ഇന്ന് രാവിലെ കർത്താവ് നമ്മളെ രക്ഷിച്ചു. അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യരക്ഷ ലഭിക്കുകയാണ്. അതാണല്ലോ ഇന്ന് ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് പ്രചോദനം നൽകുന്ന ഘടകമെന്നുള്ളത്. ആകയാൽ നമ്മെ രക്ഷിക്കുവാൻ താണിറങ്ങി വന്ന് ക്രൂശിലെ മരണത്തോടും അനുസരണമുള്ളവനായി തീർന്ന്, അനുസരണം പഠിച്ച് തികഞ്ഞവനായി തീർന്ന്, അതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് വിശ്വസിക്കുന്ന അനുസരിക്കുന്ന നമുക്ക് നിത്യരക്ഷ പ്രദാനം ചെയ്ത നമ്മുടെ കർത്താവിനെ നമുക്ക് സ്നേഹിക്കാം, അവനെ നമുക്ക് ആരാധിക്കാം. അവനിലൂടെ പിതാവായ ദൈവത്തിന് നമുക്ക് മഹത്വം കരയറ്റാം. എന്തിനധികം പറയേണ്ടു? അങ്ങനെ 7 പടി കർത്താവ് ഇറങ്ങി വന്നപ്പോൾ പിതാവ് അവനിൽ പ്രസാദിക്കുകയും, അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഫിലിപ്പി ലേഖനം 2:10 നമ്മൾ വായിക്കുന്നു, അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകലനാമത്തിനു മേലായ നാമം നൽകി, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും അടങ്ങി യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. നമ്മുടെ കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സകലനാമത്തിന് മേലായ നാമം ധരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ആ യേശുവിനെ കർത്താവ് നേറ്റു പറഞ്ഞുകൊണ്ട് അവനെ ആരാധിക്കുവാൻ, അവൻ്റെ മഹത്വം കാണുവാൻ തോമസ് അപ്പോസ്തലനോട് ചേർന്ന് എൻ്റെ ദൈവവും എൻ്റെ കർത്താവുമേ എന്ന് പറഞ്ഞ് അവനെ ആരാധിക്കുവാൻ നമുക്കിടയാകുന്നല്ലോ. നമുക്കവൻ്റെ പാദപീഠത്തിൽ വീണ് കുമ്പിട്ട് അവനെ നമസ്കരിക്കാം, ആരാധിക്കാം. ദൈവത്തിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.